ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾ തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷി രീതിയെ പറ്റിയൊക്കെ റെഗുലറായിട്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കസ്തൂരി മഞ്ഞളൊക്കെ നമ്മുടെ വീട്ടിൽ ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അതിൻ്റെ വിത്ത് നട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്, വർഷങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്ത് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഡിസംബർ ജനുവരി ആ മാസങ്ങളിലാണ്. അപ്പോൾ വിത്ത് ആ സമയത്തായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നതെന്ന് ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. കസ്തൂരി മഞ്ഞൾ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വസ്തമായ ഇടങ്ങളിൽ നിന്ന് കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് വിത്ത് നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ചന്ദനത്തിൻ്റെ കളറാണ്, ഏകദേശം ആ ഒരു ക്രീം കളറെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരിക്കലും മഞ്ഞ നിറമല്ല. മഞ്ഞ നിറമാണ് നമ്മൾ സെർച്ച് ചെയ്താൽ പോലും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ നമ്മളതൊക്കെ അങ്ങനെ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ആ പഴയ കാലത്തെ ഫോട്ടോസും കാര്യങ്ങളുമാണ്. ഇതിനെപ്പറ്റി വലിയ അറിവില്ലാതിരുന്നൊരു കാലത്ത് ആയുർവേദ കടകളിൽ പോലും അങ്ങനെയുള്ള പൊടികളായിരുന്നു കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞ് കൊടുത്തിരുന്നത്. അത് അല്ല ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പോൾ വാങ്ങി നടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കറിമഞ്ഞളുടേത് കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് നട്ടിട്ട് കാര്യമില്ല. രണ്ടിനും വളരെ വളരെ അന്തരമുണ്ട്. റേറ്റിലാണെങ്കിലും അതിന് വ്യത്യാസമുണ്ട് കേട്ടോ. നോർമൽ മഞ്ഞളുടെ റേറ്റ് അല്ല കസ്തൂരി മഞ്ഞളുടേത് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ളൊരു പ്രൈസാണ് കേട്ടോ. കസ്തൂരി മഞ്ഞളുടെ വിത്ത് നടുമ്പോൾ നമ്മൾ വാരം കൂട്ടി മണ്ണ് കൂട്ടിയിട്ടാണ് വിത്ത് നടുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അപ്പോൾ വേണമെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉണങ്ങിയതായിരിക്കണമെന്നുള്ളതാണേ. നല്ല ഡ്രൈ ആയിട്ടുള്ളത് വേണം ഇടാൻ. പച്ചയാണെങ്കിൽ ആ സമയത്ത് ഇടരുത്. ഒന്ന് കിളുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നടുന്ന സമയത്ത് നമുക്ക് വളമിടാം. എന്തായാലും വിത്ത് നട്ടതിന് ശേഷം ഒന്ന് ഇലകൾ അല്ലെങ്കിൽ ഓലയൊക്കെ കൊണ്ടൊന്ന് പുതയിടുന്നത് നല്ലതാണ്. വിത്ത് നന്നായിട്ട് മുളച്ച് വരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മണ്ണിളക്കം കിട്ടാനായിട്ടും സഹായിക്കുന്നൊരു കാര്യമാണ്. പിന്നെ മുളച്ചൊക്കെ വന്നതിന് ശേഷമാണെങ്കിലും മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നീക്കം ചെയ്യുക. അതൊരു നല്ലൊരു ടാസ്ക്കാണ്. അതാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഗ്രോ ബാഗിലുമൊക്കെ ഇത് നടാം, പക്ഷേ നല്ല രീതിയിൽ വിളവ് കിട്ടാനായിട്ട് നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു വിളവ് കിട്ടാനായിട്ട് മണ്ണിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞങ്ങൾ ആദ്യം ഗ്രോ ബാഗിലും വെച്ചിരുന്നു. ഗ്രോ ബാഗിലിനേക്കാളും റിസൾട്ട് നമുക്ക് തോന്നിയത്, ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ വെക്കുന്നതിനേക്കാളും റിസൾട്ട് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയത് ഇവിടെ വെച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് അതേപോലെയൊക്കെ വെക്കാം. വീട്ടാവശ്യത്തിനാണെങ്കിലും അതൊക്കെയാണ്. അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ എപ്പോഴും ഇതേപോലെ മണ്ണിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ വെക്കുമ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശമുള്ള ഇടങ്ങളാണ് നല്ലത്. എങ്കിലും ചെറിയ രീതിയിൽ ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. നമുക്ക് ഇഞ്ചി, മഞ്ഞൾ അതേപോലുള്ള സാധനങ്ങളൊക്കെ നടുന്നത് ഒരേപോലെയാണല്ലേ. അത് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. എങ്കിലും നടേണ്ട സമയത്തെ പറ്റി പലരും പല അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പുതുമഴ പെയ്തതിന് ശേഷമാണ് പൊതുവേ നമ്മളിതൊക്കെ നടുന്നത്. എങ്കിൽ പോലും അതായത് നമുക്ക് പുതുമഴ പെയ്ത് ഭൂമിയൊന്ന് തണുത്തതിന് ശേഷം നടുക എന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞിരുന്ന ഒരു രീതി. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ജലസേചനത്തിന് സൗകര്യമുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നടാം. കുറച്ച് നേരത്തെ നട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വരുന്ന, അതായത് ഉണങ്ങി വരുന്ന പരുവത്തിനാണ് നമുക്കിത് വിളവെടുക്കാൻ പാകമായി. പിന്നെയും നമുക്കൊരു മാസമൊക്കെ അങ്ങനെ ഇട്ടേക്കാം. അതിനുശേഷം വിളവെടുത്താലും മതിയാവും. നമ്മളിവിടെ ഓർഗാനിക് രീതിയിലുള്ള കൃഷി ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ അത്തരം നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓർഗാനിക് രീതിയിൽ വളർത്തിയെടുത്തിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളുടെ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം, പുല്ലൊന്നുമില്ല. എല്ലാം പറിച്ച് കറക്റ്റാക്കി വളമൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ നല്ല വളർച്ചയിലും കാര്യങ്ങളിലും നിൽക്കുന്നത്. അതിപ്പോൾ ഏത് ചെടിയാണെങ്കിലും നമ്മൾ ശരിക്കും 3 പ്രാവശ്യമാണ് വളം കൊടുക്കുന്നത് കേട്ടോ കസ്തൂരി മഞ്ഞളിന്. അതേപോലെ തന്നെ എത്ര പ്രാവശ്യം കള പറിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ പാഴ്ചെടികളും കാര്യങ്ങളൊക്കെ വളരുന്ന അനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതും വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതെപ്പോഴും മണ്ണ് കൂട്ടിക്കൊടുത്ത് തന്നെ വളർത്താനായിട്ട് ശ്രമിക്കുക. വെള്ളക്കെട്ടുള്ള സമയമാണെങ്കിൽ, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കിഴങ്ങ് ചീഞ്ഞു പോകും. നമ്മൾ ഈ ചെയ്യുന്നതിന് പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു സമയത്ത് അതിൻ്റെ പൗഡറും അതേപോലെ തന്നെ അരിഞ്ഞുണക്കിയിട്ടുള്ള ചിപ്സും ആണ് കേട്ടോ. അത് ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക.
കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്